എൻ്റെ പേര് വിനു ജോബി. ഞങ്ങളുടെ സ്ഥലം മണ്ണുത്തിയാണ്. അപ്പം എൻ്റെ മോള് പ്ലസ് ടുവിന് മാർക്ക് കുറവായിരുന്നു. SSLCക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ആ മാർക്ക് അവൾക്ക് പ്ലസ് ടുവിൽ ഉണ്ടായിരുന്നില്ല. മാർക്ക് കുറവായിരുന്നു, പാസ്സായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് അവിടെ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് വിടണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് നഴ്സിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ള പാരാമെഡിക്കൽസിനെ കുറിച്ച് അറിവുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു ഫ്രണ്ട് മുഖേനയാണ് ഞങ്ങൾ ഗാലക്സിയെ കുറിച്ച് അറിയാനും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയ കോഴ്സ് അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനും മോളും കൂടി ഇവിടെ വന്നു അവിടുത്തെ സ്റ്റാഫിനെ കണ്ടു, പരിചയപ്പെട്ടു. അപ്പോൾ അവർ ഞങ്ങളുടെ മോളുടെ മാർക്കിൻ്റെ ശതമാനം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നേഴ്സിങ്ങിനേക്കാളും കൂടുതൽ മോൾക്ക് പറ്റിയ കോഴ്സുകളെ പറ്റി അവർ നമുക്ക് പല കോഴ്സുകളുണ്ടായിരുന്നു, എല്ലാ കോഴ്സിനെ കുറിച്ചും പിന്നെ നമുക്ക് ഭാവിയിലേക്ക് അവൾക്ക് ഉപകാരമുള്ള കോഴ്സിനെ പറ്റി അവർ നമുക്ക് ഗാലക്സിയിലെ സ്റ്റാഫുകൾ പറഞ്ഞു തന്നു. ഇവിടെ വന്നിട്ടും ഇവരുടെ എല്ലാതും നല്ല രീതിയിലായിരുന്നു. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു സുഹൃത്ത്, അതായത് ഒരു കുടുംബക്കാരോട് പെരുമാറുന്ന പോലെ നമ്മൾ അത്രയും വ്യക്തമായിട്ടായിരുന്നു ഓരോ കോഴ്സിനെ പറ്റി അവർ നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഭംഗിയായി നടത്തി തന്ന ഗാലക്സിക്ക് ആദ്യം തന്നെ പ്രത്യേകം നന്ദി പറയുന്നു. ഇതാണ് മോള് ആൻലിയ ജോബി. അവളുടെ ഞങ്ങളിവിടെ വന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ് BSc ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സാണ്. അതാണ് ഞങ്ങൾ കൂടുതലും നന്നായി ഇപ്പോൾ കുറച്ചും കൂടി ഭാവിയിലേക്കുള്ള നല്ലൊരു കോഴ്സ്, മെഡിക്കൽ കോഴ്സ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ കോഴ്സിനെ കുറിച്ച് നല്ല ഇഷ്ടമായി. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആ കോഴ്സ് എൻ്റെ മോളെ കൊണ്ട് കൂടുതൽ അത് അവർക്ക് പഠിക്കാൻ പറ്റുന്നു. ഇവർ നല്ലോണം നമുക്ക് പറഞ്ഞു തന്നു, ഇവരതിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളിവിടെ അതായത് ഞങ്ങൾ ഗാലക്സിയിലേക്ക് വരുമ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്ന പോലെയല്ല, ഞങ്ങളുടെ ഒരു കുടുംബക്കാരായിട്ടുള്ള ഞങ്ങൾ അതുപോലെ തന്നെയായിരുന്നു. അവർ നമ്മളോടുള്ള പെരുമാറ്റവും ഞങ്ങൾ അവരോടും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട കാരണം ഞങ്ങൾ ശരിക്കും എന്താ പറയുക, ഒരു പ്രസൻറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമായി ഇവരുടെ സർവീസ്. ഞങ്ങൾക്ക് എല്ലാതും കൂടി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇനിയിപ്പോൾ തുടർന്ന് എൻ്റെ മോള് ഇവിടെ പഠിക്കാൻ പോകുമ്പോഴും അവളുടെ ആവശ്യങ്ങൾ 4 വർഷത്തെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താവശ്യം വന്നാലും നമുക്ക് ശരിക്കും ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്ന് അവരോട് നമുക്ക് പറയാം, ഒരു പേടിയും പേടിക്കണ്ട. ഇനി പിന്നെ അതുപോലെ ഇവളുടെ പപ്പയ്ക്കാണെങ്കിൽ പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 വട്ടം ഇവിടെ വന്ന് കൂടുതൽ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കോഴ്സ് എടുത്ത് പഠിപ്പിക്കണം ആഗ്രഹമുണ്ട്. പക്ഷെ പുറത്ത് പോയിട്ട് അവളൊരു കോൺവെൻറ്റിലാണ് പ്ലസ് 2 വരെ പഠിച്ചത്. അപ്പോൾ പുറത്ത് പോയി വിടുമ്പോൾ ഡാഡിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇവർ നമുക്കതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു തന്നു. ഒന്നിനെക്കുറിച്ച് നിങ്ങൾക്ക് പേടിക്കണ്ട, ഇവിടുത്തെ സ്റ്റാഫുകളുടെ തന്നെ അനിയത്തിമാരവിടെ പഠിക്കുന്നുണ്ട്, ഒരു കുഴപ്പവും നിങ്ങൾക്ക് വരില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മോള് പ്ലസ് 2 വരെ പഠിച്ച പോലെ തന്നെ അവിടെയും നിങ്ങൾക്ക് 4 വർഷം സുഖമായി ഒരു കുഴപ്പവും കൂടാതെ പഠിക്കാമെന്നുള്ള പൂർണ്ണ ധൈര്യം ഞങ്ങൾക്ക് ഗാലക്സി തന്നിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ഞങ്ങളുടെ പരിചയത്തിലായാലും ഇനി പ്ലസ് 2 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ ഞങ്ങൾക്ക് അറിയാവുന്ന പിള്ളേരോടൊക്കെ ഞങ്ങൾ തുടർന്ന് ഞങ്ങൾ പറയും, ഗാലക്സിയിൽ തന്നെ ചെന്നാൽ മതി, ഒരു കുഴപ്പവും കൂടാതെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കും. കോളേജ് കണ്ടു, കോളേജൊക്കെ ഇഷ്ടപ്പെട്ടു. ഗാലക്സിയാണ് കോളേജ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇനി കോളേജിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്.